الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ഖലമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു തുടങ്ങിയത്. ഈ സൂറത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇത് അറിയപ്പെടുന്നത് സൂറത്തുൽ അഖ്ലാഖ് എന്നാണ്. അഖ്ലാഖിനെ കുറിച്ച് പറയുന്ന സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിനെ സൂറത്തുൽ അഖ്ലാഖ് എന്ന് വിളിക്കാൻ കാരണം. ഈ ഒരു ആയത്ത് മാത്രമല്ല, ഈ സൂറത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഈ സൂറത്തിലെ ആയത്തുകളിൽ പല ഭാഗത്തും അല്ലെങ്കിൽ സൂറത്ത് മുഴുവനും അഖ്ലാഖിനെ കുറിച്ചുള്ളതാണ്. പല രീതിയിൽ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽസ്വഭാവത്തെ പുകഴ്ത്തി പറഞ്ഞു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന ആരോപണങ്ങൾ, അത് നല്ല അഖ്ലാഖുള്ള ഒരാൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. ഭ്രാന്തുണ്ടായിരിക്കുക, അതുപോലെ തന്നെ കളവ് പറയുക, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, അതിന് ഈ സൂറത്തിൽ മറുപടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഇങ്ങനെ വ്യാജമായ ആരോപണങ്ങൾ പറയുന്ന മുശ്രിക്കുകളുടെ അവരുടെ സ്വഭാവം എന്താണ് എന്ന് ഈ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശദീകരണം എന്തിനു വേണ്ടിയാണ്, ഇങ്ങനെ ആവരുത് ഒരു മുഅ്മിൻ എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ നിലക്കൊക്കെ അഖ്ലാഖ് പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തു അൽ ഖലം. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതുപോലെയുള്ള പല പണ്ഡിതന്മാരും ഇതിനെ സൂറത്തുൽ അഖ്ലാഖ് എന്ന് വിളിച്ചത്. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഈ സൂറത്തിലെ ആദ്യത്തെ ആയത്തുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പ്രതിരോധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ്. ആ ആരോപണം പറയുന്ന ആളുകളുടെ അവസ്ഥ, അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, അതൊക്കെയായിരുന്നു കഴിഞ്ഞ ആയത്തുകൾ പറഞ്ഞത്. മക്ക മുശ്രിക്കുകളായ ആളുകൾ അവരുടെ അടുത്തുണ്ടായിരുന്ന ദുശീലങ്ങൾ, അവരുടെ ദുസ്വഭാവങ്ങൾ, അതാണ് അവസാനമായി നമ്മൾ വായിച്ചത്. ഫലാത്തുത്തെ അൽ മുക്കദ്ദിബീൻ, നിഷേധികളായ ആളുകളെ, അഥവാ മക്കയിലെ മുശ്രിക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. അവരെ നീ അനുസരിച്ച് പോകരുത്. വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അവർ തങ്ങളുടെ വിശ്വാസത്തിൽ അയവ് കാണിച്ചിരുന്നെങ്കിൽ അവരും താങ്കളോട് വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നു, അവരുടെ വിശ്വാസങ്ങൾ കുറച്ച് അയവ് കാണിക്കുമായിരുന്നു എന്ന് കരുതി അവരനുസരിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മുശ്രിക്കുകളുടെ പല സ്വഭാവങ്ങളും പറഞ്ഞു. ഹമ്മാസിം മശാഇം ബിനമീം, പരിഹസിക്കുക, അതുപോലെ നമീമത്ത് പറയുക, പരസ്പരം ആളുകളെ തെറ്റിക്കാൻ വേണ്ടി പരദൂഷണം പറയുക, മന്നാഇ ലിൽ ഖൈർ, പരോപകാരങ്ങൾ തടയുക, മുഅ്തദിൻ അസീം, മറ്റുള്ളവരോട് അതിക്രമം പ്രവർത്തിക്കുക, അക്രമം പ്രവർത്തിക്കുക, എല്ലാ വിധത്തിലുള്ള പാപങ്ങളും ചെയ്യുക, അതുപോലെ തന്നെ കിബിർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഈ ദുസ്വഭാവങ്ങൾ അത് എണ്ണിപ്പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അവരിങ്ങനെ ആയിപ്പോയത്, നിഷേധികളും അതുപോലെ തന്നെ ഈ ദുസ്വഭാവം ഉള്ള ആളുകളൊക്കെ ആയത്, അൻഖാന ദമാലിൻ ഒബനീൻ, അവർക്ക് അല്ലാഹു സമ്പത്തും സന്താനങ്ങളും കൊടുത്ത് പരീക്ഷിച്ചു. അതാണ് കാരണം. നമുക്കറിയാം, ജാഹിലിയ കാലത്ത് അറബികൾക്കിടയിൽ വളരെ സമ്പന്നന്മാരായിരുന്നു ഖുറൈശികൾ. അവർക്ക് വലിയൊരു പരീക്ഷണം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവരതിൽ നിന്ന് തിരിച്ചു വരികയും റഹ്ലത്തു ശിത്താഇ വസ്സൈഫ് നമ്മൾ പറയുകയുണ്ടായി. കച്ചവട യാത്രകൾ വഴി അവർ ശരിക്ക് വലിയ പണക്കാരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള കാലത്ത് മറ്റുള്ള കബീലകൾ വെച്ച് നോക്കുമ്പോൾ അവരായിരുന്നു ഏറ്റവും സമ്പന്നന്മാരായിരുന്നു. കാരണം അവരുടെ ബിസിനസ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. യമനിലും അതുപോലെ ഇന്നത്തെ സിറിയയിലും ഫലസ്തീനിലൊക്കെ പോയിട്ട് കച്ചവടം ചെയ്യുന്ന വലിയ കച്ചവടക്കാരായിരുന്നു. അതാണ് അവരുടെ ഈ സ്വഭാവങ്ങൾക്ക് കാരണം. അവരുടെ ഈ സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള അഹങ്കാരം, അത് കാരണമാണ് അവർ ഈ സ്വഭാവങ്ങളൊക്കെ കാണിച്ചത്. അത് കാരണമാണ് അവർ നിഷേധിച്ചത്. കല്ല ഇന്നൽ ഇൻസാന ലയത്തുക, മനുഷ്യൻ ധിക്കരിക്കും അർറഅഹു ഇസ്തഗ്ന, തനിക്ക് ആരുടെയും സഹായം വേണ്ടതില്ല, താൻ സ്വാശ്രയനാണ് എന്ന് തോന്നിയാൽ മനുഷ്യൻ എന്ത് ചെയ്യും, അഹങ്കരിക്കും, ധിക്കരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പറയുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, സമ്പത്തും ദാരിദ്ര്യവും രണ്ടും പരീക്ഷണങ്ങളാണ്. പക്ഷേ അധികം ആളുകളും ദാരിദ്ര്യമാകുന്ന പരീക്ഷണത്തിൽ വിജയിക്കും. സമ്പത്ത് എന്ന് പറയുന്ന പരീക്ഷണത്തിൽ വിജയിക്കുന്നവർ കുറവായിരിക്കും. അന്നത്തെ സമ്പത്ത് മോശമാണെന്നല്ല, പക്ഷേ അവസ്ഥ ഏതാണ്, സമ്പത്തുണ്ടായിട്ടും നന്നാവുന്ന ആളുകൾ കുറവായിരിക്കും, ദാരിദ്ര്യം വന്നിട്ട് നന്നാവുന്ന ആളുകൾ കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ, ഖുർആൻ ഓതി കേൾപ്പിച്ചാൽ ഇതൊക്കെ കെട്ടുകഥകളാണ്, പഴംപുരാണങ്ങളാണ് എന്നവർ പറയും. സനസിമുഹു അലൽ ഖുർത്തൂം, അവൻ്റെ മൂക്കിന് ഞാൻ അടയാളം വെക്കും എന്ന് പറഞ്ഞാൽ അവനെ മുഖം കുത്തി വീഴ്ത്തുന്ന അവസ്ഥയിലാക്കും, പരാജയപ്പെടുത്തും എന്നർത്ഥം. ബദർ യുദ്ധത്തിൽ മുശ്രിക്കുകൾക്കുണ്ടായ പരാജയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പരലോകത്ത്
അവർ നരകത്തിൽ മുഖം കുത്തി വീഴുന്നതാണ്. ഇതൊക്കെ ഖുർആനിൽ മറ്റുള്ള സൂറത്തുകളിൽ സ്ഥിരപ്പെട്ട സംഗതികളാണ്. ഇനി അല്ലാഹു തആല പറയുന്നത് ഇന്നാ ബലൗനാഹും, ഇവരുടെ ഈ അനുഗ്രഹങ്ങൾ, അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളും അവരുടെ സമ്പത്തും സന്താനങ്ങളും ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്താണ്? ഒരു പരീക്ഷണമാണ്. ഇന്നാ ബലൗനാഹും, അവരെ നാം പരീക്ഷിച്ചതാണ്. കമാ ബലൗന അസ്ഹാബൽ ജന്ന, ഒരു തോട്ടത്തിൻ്റെ ആളുകൾ. ഇവിടെ ജന്നത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷയിലുള്ള അർത്ഥമാണ്, സ്വർഗം അല്ല. ദുനിയാവിൽ അല്ലാഹു തആല വളരെ മനോഹരമായൊരു തോട്ടം, കൃഷിയൊക്കെ നൽകി അനുഗ്രഹിച്ച ഒരു വിഭാഗം ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. അവരെ പരീക്ഷിച്ചതുപോലെ മക്കക്കാരെയും നാം പരീക്ഷിച്ചതാണ് യഥാർത്ഥത്തിൽ. ഇദ് അഖ്സമു ലയസ്രിമുന്നഹ മുസ്ബിഹീൻ, ആ തോട്ടക്കാർ അവർ സത്യം ചെയ്തു. അഖ്സമ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു, വല്ലാഹി എന്ന് പറഞ്ഞിട്ട് അവർ സത്യം ചെയ്തു. ലയസ്രിമുന്നഹ മുസ്ബിഹീൻ, സറമ എന്ന് പറഞ്ഞാൽ കാർഷിക വിളവുകളൊക്കെ വിളവെടുക്കുന്നതിന്, കൊയ്യുന്നതിന് ആണ് സറമ എന്ന് പറയാം. ഖതഅ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മുസ്ബിഹീൻ, നേരം വെളുത്താൽ, നാളെ പുലർന്നാൽ, നേരം പുലർന്നാൽ തങ്ങളുടെ കൃഷി, തങ്ങളുടെ വിളവുകളൊക്കെ കൊയ്തെടുക്കും, അത് വിളവെടുക്കും എന്ന് അവർ സത്യം ചെയ്ത് പറഞ്ഞ സന്ദർഭം. അപ്പോൾ ഇനി അങ്ങോട്ടൊരു കഥയാണ് പറയുന്നത്. അപ്പോൾ ഈ കഥയും നമ്മുടെ സൂറത്തും തമ്മിലുള്ള, അല്ലെങ്കിൽ സൂറത്തിൻ്റെ അടിസ്ഥാന വിഷയമായ അഖ്ലാഖും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തൊക്കെ സൽസ്വഭാവങ്ങൾ ഒരാൾക്കുണ്ടായിരിക്കണം, അത് ഈ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിയാൽ മതി. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പിന്നീട് മോശമായ കുറേ സ്വഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതൊന്നും ചെയ്യരുത്, ഇങ്ങനെ ആവരുത്. അതിന് മക്ക മുശ്രിക്കുകളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി മക്ക മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്ന ഈ ദുസ്വഭാവങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്തായിരുന്നു? അവരുടെ ഭൗതിക സമ്പത്തിലുള്ള അഹങ്കാരം, അതിൽ മതിമറന്നതാണ്. അപ്പോൾ ഈ ഒരു സ്വഭാവം, സമ്പത്തുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറക്കുക, അതുപോലെ തന്നെ ആവശ്യക്കാരായ മറ്റു മനുഷ്യന്മാരെ മറക്കുക എന്നുള്ളത് അതൊരു ദുസ്വഭാവമാണ്. അപ്പോൾ ആ ദുസ്വഭാവം ഉണ്ടായിരുന്ന ഒരു കൂട്ടർ, അതുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ, അവർക്കുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതും യഥാർത്ഥത്തിൽ സ്വഭാവം തന്നെയാണ്, സൽസ്വഭാവം തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആരാണ് ഈ ആളുകൾ? അവർ മുഫസ്സിരിങ്ങൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാം. അധികം മുഫസ്സിരിങ്ങളും പറയുന്നത് യമനിലുണ്ടായിരുന്ന ഒരു ചെറിയ ഗ്രാമം, യമനിലെ സനഅക്കടുത്തുള്ള ഒരു പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞത് കാണാം. ചിലർ ഹബശയിലാണ്, എത്യോപ്യയിലാണെന്ന് പറഞ്ഞത് കാണാം. അധികം മുഫസ്സിരിങ്ങളും യമനിലാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ മുസ്ലിമീങ്ങളായിരുന്നോ കാഫിര്യങ്ങളായിരുന്നോ? മുസ്ലിമീങ്ങളാണ് എന്നതാണ് ഭൂരിപക്ഷം മുഫസ്സിരിങ്ങളും പറയുന്നത്. അപ്പോൾ അധിക മുഫസ്സിരിങ്ങളുടെ അഭിപ്രായ പ്രകാരം യമനിൽ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളായ ഒരു കുടുംബം, അവരുടെ കഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇദ് അഖ്സമു, അവർ സത്യം ചെയ്തു, ലയസ്രിമുന്നഹ മുസ്ബിഹീൻ, അവർക്ക് വളരെ വിശാലമായ നല്ല ഫലങ്ങളുള്ള വിളവുള്ള ഒരു തോട്ടം അല്ലാഹു തആല നൽകുകയുണ്ടായി. ആ തോട്ടത്തിൽ നിന്ന് വിളവെടുക്കും, അതിലെ പഴങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള വിളവുകളൊക്കെ കൊയ്തെടുക്കും എന്നവർ പ്രതിജ്ഞ ചെയ്തു, സത്യം ചെയ്തു. ലയസ്രിമുന്നഹ മുസ്ബിഹീൻ, നേരം വെളുത്താൽ. വല യസ്തസ്നൂൻ, അവരതിൽ ഇസ്തിസ്നാ, സത്യം ചെയ്ത് പറയുമ്പോൾ ഇസ്തിസ്നാ ചെയ്തിട്ടില്ല. എന്താണ് ഇസ്തിസ്നാ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഭാഷയിൽ ഇസ്തിസ്നാ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്നതൊഴികെ എന്ന് പറയുന്നതാണ് ഇസ്തിസ്നാ എന്ന് പറയുന്നത്. ഈ നാട്ടുകാരെല്ലാവരും മുസ്ലിമീങ്ങളാണ്, ഇല്ല ഫുലാൻ, ഇന്ന ആളൊഴികെ, ഇതാണ് ഇസ്തിസ്നാ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ എന്ന് പറയുന്നതിനാണ് ഇസ്തിസ്നാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മുഫസ്സിരിങ്ങൾ പറഞ്ഞത് കാണാം. ഇമാം നഹാസ് റഹിമഹുല്ലാ, അറിയപ്പെട്ട ഒരു മുഫസ്സിറാണ്, അദ്ദേഹം പറഞ്ഞത് കാണാം. ഇവിടെ ഇസ്തിസ്നാ എന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ മുൽക്കിൽ, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ അവൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം നടക്കുകയില്ല. അപ്പം അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ, ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ എന്ന് രണ്ടായി തിരിക്കാം നമുക്ക്. ഈ ലോകത്ത് നടക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാവുന്ന കാര്യങ്ങൾ, അതിലേതാണ് നടക്കുക? അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന വകുപ്പിൽ പെടുമെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. ഇതിനാണ് ഇസ്തിസ്നാ എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇൻഷാ അല്ലാ എന്നതിൻ്റെ അർത്ഥം. ഈ കാര്യം അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കും. അപ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറയുന്നതിൻ്റെ ഹുക്കം എന്താണ്? ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ സുന്നത്താണ്, മുസ്തഹബാണ് ഇൻഷാ അല്ലാ എന്ന് പറയുക എന്നുള്ളത്, നിർബന്ധമില്ല. പക്ഷേ സത്യം ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ പ്രായശ്ചിത്തം ചെയ്യണം. വല്ലാഹി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ, എന്നിട്ടത് ചെയ്തിട്ടില്ലെങ്കിൽ പ്രായശ്ചിത്തമുണ്ട്. നമുക്കറിയാം, 10 അഗതികൾക്ക് ഭക്ഷണം, അല്ലെങ്കിൽ വസ്ത്രം, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുക. ഇതിന് സാധിക്കില്ലെങ്കിൽ, ഈ 3 ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ 3 ദിവസം നോമ്പ് വെൽക്കുക. ഇതാണ് കഫാറത്തുൽ യമീൻ, സത്യം ചെയ്യുന്നതിൻ്റെ പ്രായശ്ചിത്തം. ഇത് ഒഴിവായി കിട്ടും എന്ത് ചെയ്താൽ? ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ മതി. ഒന്നുകിൽ വല്ലാഹി ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇൻഷാ അല്ലാ കൂട്ടുക ഒരു കാര്യം പറയുന്ന സമയത്ത്.
അപ്പോൾ ഇവരങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് തീർച്ചയായും ഉറപ്പായിട്ടും നാളെ ഈ വിളവ് എടുക്കുക തന്നെ ചെയ്യും. ഫതാഫ അലൈഹ താഇഫും മിർ റബ്ബിക വഹും നായിമുൻ. അപ്പോൾ എന്താണ് ഇവിടെ ഈ കഥയുടെ പശ്ചാത്തലം? ഈ തോട്ടത്തിൻ്റെ ഉടമയായിരുന്ന വ്യക്തി സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വിളവെടുക്കുന്ന ദിവസം സ്വതക്ക ചെയ്യുമായിരുന്നു. മിസ്കീന്മാരായിട്ടുള്ള ആളുകൾ വരും, അവർക്ക് കൈയച്ച് കൊടുക്കുമായിരുന്നു, അവരുടെ അവകാശം അവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ സക്കാത്തായിരിക്കും. ഇത് സക്കാത്തായിരുന്നോ അതോ സ്വതക്കയായിരുന്നോ അതിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ശരിയായിട്ടുള്ള അഭിപ്രായം സക്കാത്താണെന്നുള്ളതാണ്. ഇപ്പോൾ കാർഷിക വിളകളുടെ സക്കാത്ത് എന്ന് പറയുന്നത് അത് കൊയ്യുന്ന ദിവസം, വിളവെടുക്കുന്ന ദിവസം അപ്പോൾ കൊടുക്കണം. അല്ല മറ്റുള്ള സമ്പത്തിനൊക്കെ ഹൗല് പൂർത്തിയാകുമ്പോഴാണ്, ഒരു കൊല്ലം പൂർത്തിയാകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. നമ്മളെ കയ്യിൽ പണമുണ്ട്, അതിൻ്റെ സക്കാത്ത് എപ്പോഴാണോ ഈ പണം നിസാബ് എത്തുന്നത്, നമ്മളെ കയ്യിൽ ആദ്യം കിട്ടുന്ന പൈസ ചെറിയൊരു തുകയായിരിക്കും, അതിങ്ങനെ കൂടിക്കൂടി നമ്മളെ അക്കൗണ്ടിൽ നിസാബിന് തുല്യം. നിസാബ് എന്ന് പറഞ്ഞാൽ 85 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില എത്രയാണോ, അല്ലെങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ വില എത്രയാണോ, അത്രയും പണം നമ്മളെ കയ്യിൽ വരുന്ന ആ ദിവസം നോട്ട് ചെയ്യുക. അന്ന് മുതൽ ഒരു വർഷമാകുമ്പോഴാണ് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്നത്. അപ്പോൾ കാർഷിക വിളകൾ ഇതിൽ നിന്ന് ഒഴിവാണ്. വിളവെടുക്കുന്ന അന്ന് കൊടുക്കണം. നിസാബിൻ്റെ അത്രയും ഉണ്ടെങ്കിൽ, ഒരുപാട് വലിയ അളവാണ് കാർഷിക വിളകളുടെ നിസാബ് എന്ന് പറയുന്നത്. ചെറിയ അളവിനൊന്നും സക്കാത്തില്ല. അപ്പോൾ വലിയ ഒരു അളവുണ്ട്, അതെത്രയാണോ നോക്കിയിട്ട് അത്രയും കിലോ ഈ വിളകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് അന്ന് തന്നെ സക്കാത്ത് കൊടുക്കണം. വിളവെടുക്കുന്ന അന്ന് തന്നെ കൊടുക്കണം. വആതു ഹഖഹു യൗമ ഹസാദിഹി, വിളവെടുക്കുന്ന അന്ന് അതിൻ്റെ ഹക്ക്, അവകാശം കൊടുക്കുക എന്ന് സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഇതുപോലെ കൊടുക്കുന്ന ആളായിരുന്നു. എന്നാൽ അദ്ദേഹം മരണപ്പെട്ടു. ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇദ്ദേഹം, ഈ ഉപ്പ ഒരു വർഷത്തേക്കുള്ള അവരുടെ ചിലവിന് വേണ്ട സമ്പത്ത് വരുമാനം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൊടുക്കുമായിരുന്നു എന്നാണ്. സക്കാത്തും സ്വതക്കയൊക്കെ ആയിട്ട് ബാക്കിയുള്ളതെല്ലാം കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ മക്കൾ അധികാരം ഏറ്റെടുത്തു ഉപ്പ മരിച്ചതിന് ശേഷം. അപ്പോൾ അവർ കൂടിയിട്ട് തീരുമാനിച്ചു ഇനി ഇത് നിർത്തലാക്കാം, സക്കാത്തും സ്വതക്കയൊന്നും വേണ്ട എന്നവർ തീരുമാനിച്ചു. അങ്ങനെയാണ് അവരിത് കൊയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. നാളെ രാവിലെ കൊയ്യണം. വല യസ്തസ്നൂൻ, അവരതിൽ ഇൻഷാ അല്ലാഹ് എന്ന് പോലും പറയുന്നില്ല. അത്രയും ഉറച്ച തീരുമാനമാണ്. ഫതാഫ അലൈഹ താഇഫും മിർ റബ്ബിക്, അങ്ങനെ അള്ളാഹുവിൽ നിന്ന്, നിൻ്റെ റബ്ബിൽ നിന്നുള്ള ഒരു തായിഫ് എന്ന് പറഞ്ഞാൽ ചുറ്റുന്നത് എന്നാണ്. ത്വാഫ് എന്നുള്ള വാക്ക് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു തീക്കാറ്റ് എന്നാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു ത്വായിഫ്, ഒരു തീക്കാറ്റ് ആ തോട്ടത്തെ അവിടെ ഇറങ്ങുകയുണ്ടായി, അതിന് ചുറ്റും വലയം ചെയ്യുകയുണ്ടായി. വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, അവർ ഉറങ്ങുന്ന സമയത്ത് രാത്രി അള്ളാഹു തആല ആ തോട്ടം നശിപ്പിച്ചു എന്നർത്ഥം. ഫഅസ്ബഹത്ത്, അങ്ങനെ ഈ തോട്ടമായി മാറി. കസ്സരീം, സരീം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് 2-3 അർത്ഥങ്ങൾ മുഫസ്സിരിങ്ങൾ പറഞ്ഞത് കാണാം. നമ്മൾ പറഞ്ഞു സറമ എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാണ്, കൊയ്തെടുത്തു എന്നൊക്കെയാണ്. ഇപ്പോൾ കൊയ്തെടുത്തതുപോലെ, കൊയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ അത് കൊയ്തതുപോലെ എല്ലാം തകർന്ന് കിടക്കുകയുണ്ടായി. മറ്റൊരു അഭിപ്രായം രാത്രി എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട് സരീം എന്നുള്ള വാക്കിന്. കാരണം എന്താണ്? രാത്രിയും മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറബിയിൽ ഒരു വാക്കിൻ്റെ അസലിയായിട്ടുള്ള അർത്ഥം അതുമായി ബന്ധമുള്ളതായിരിക്കും ആ വാക്കിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങളല്ല. ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ടാവും, പക്ഷെ അസലിയായ ഒരു അർത്ഥം ഉണ്ടാവും. ആ അർത്ഥത്തിൽ നിന്നുണ്ടായി വന്നതായിരിക്കും ബാക്കിയുള്ള അർത്ഥങ്ങളൊക്കെ. ജിന്ന് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്വരീം എന്നുള്ള വാക്കിന് രാത്രി എന്നുള്ള അർത്ഥം വരാൻ കാരണം എന്താ? രാത്രി എന്ന് പറയുന്നത് എന്താണ്? പകലിനെ മുറിച്ച് കളയുന്നതാണ് രാത്രി, അല്ലെ? പകൽ വെളിച്ചമൊക്കെ ആയി മനുഷ്യന്മാർ ജീവിക്കുന്നു, പല ജോലികളും ചെയ്യുന്നു, അധ്വാനിക്കുന്നു, അതെല്ലാം മുറിച്ച് കളയുന്ന ആളാണ് രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. മൂന്നാമത്തെ ഒരു അഭിപ്രായം റമാദുൽ അസ്വദ്, കറുത്ത കരി, കറുത്ത വെണ്ണീര് എന്നുള്ള അർത്ഥമുണ്ട്. എല്ലാം ശരിയാണ്, മൂന്നും ഏകദേശം ഒന്ന് തന്നെ. അത് നശിച്ച് അങ്ങനെ വെണ്ണീര് പോലെയായി ഈ തോട്ടം മുഴുവൻ. ഫഅസ്ബഹത് കസ്സരീം അപ്പോൾ ലയസ്രിമുന്നഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അവിടുത്തെ അർത്ഥമല്ല ഇവിടെ സരീം എന്നുള്ള വാക്കിനുള്ളത്. പരസ്പര ബന്ധമുണ്ടെങ്കിലും രണ്ട് വാക്കുകളാണ്. ഫഅസ്ബഹത് കസ്സരീം ഫതനാദൗ, അപ്പോൾ ഇവരൊന്നും അറിഞ്ഞിട്ടില്ല, അവർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഫതനാദൗ, അവർ പരസ്പരം വിളിച്ചു. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കൊയ്യാൻ വേണ്ടി പോവുകയാണ് അവർ, ഫജറിന് മുമ്പുള്ള സമയത്താണ്. ഫതനാദൗ മുസ്ബിഹീൻ, അങ്ങനെ അതിരാവിലെ അവർ പരസ്പരം വിളിച്ചു. എന്താണ് വിളിച്ച് പറയുന്നത്? അനിഗുദു, നിങ്ങൾ പുറപ്പെടുക. ഗദ എന്ന് പറഞ്ഞാൽ രാവിലെ പുറപ്പെടുന്നതിനാണ് ഗദ എന്ന് പറയാം. ഗദ യഗ്ദു. അലാ ഹർസിക്കും, നിങ്ങളുടെ കൃഷിസ്ഥലത്തേക്ക് നിങ്ങൾ പുറപ്പെടുക. ഇൻകുന്തും സാരിമീൻ, നിങ്ങൾ ഇത് വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ വിളവെടുക്കണമെങ്കിൽ ഇപ്പോൾ പോകണം, കാരണം നേരം വൈകിയാൽ മിസ്കിന്മാരെ അവിടെ വരും, വെളിച്ചം വന്നാൽ ആളുകൾ അവിടെ വരും, അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരും. ഫന്തലഖു, അങ്ങനെ അവർ പുറപ്പെട്ടു. വഹും യതഖാഫത്തൂൻ, അവർ പരസ്പരം രഹസ്യമായി സംസാരിച്ചു കൊണ്ടാണ് അവർ പുറപ്പെടുന്നത്. അഥവാ അവരങ്ങോട്ട് പോകുന്ന വഴിക്ക്
അവർ സംസാരിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, മിസ്കീനായ ഒരാളും അവിടെ എത്തരുത് എന്നവർ പരസ്പരം പറയുന്നുണ്ട്. അപ്പോൾ അവർ വളരെ എന്താ പറയുക, ആശങ്കയിലാണ്. അഥവാ ആരെങ്കിലും നേരത്തെ എഴുന്നേറ്റ് വന്നാലോ, അതൊക്കെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് അവരിങ്ങനെ പുറപ്പെട്ടു. വഗദൗ, അങ്ങനെ അവർ നേരത്തെ അങ്ങോട്ട് ചെന്നു. അല ഹർദിൻ, ഹർദ് എന്നുള്ള വാക്ക് ഒരു ഗരീബായ വാക്കാണ്. മുമ്പ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഖുർആന് മനസ്സിലാക്കാൻ, തഫ്സീർ മനസ്സിലാക്കാൻ, അത് ഓർമ്മയിൽ നിൽക്കാൻ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട സംഗതിയാണ് ഗരീബായ വാക്കുകൾ പ്രത്യേകം പഠിക്കുക എന്നുള്ളത്. അല്ല, അതായിരിക്കും നമുക്ക് സൂറത്ത് മനസ്സിലാക്കാൻ തടസ്സം. അത് മനസ്സിലായാൽ ബാക്കി നമുക്കറിയുന്ന വാക്കുകൾ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഇത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ആവർത്തിച്ച് ശ്രദ്ധിച്ച് മനസ്സിൽ ഉറപ്പിക്കുകയോ ചെയ്താൽ പിന്നെ നമുക്ക് ഖുർആൻ കേട്ടാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളേ ഉള്ളൂ ഖുർആനിൽ. എല്ലാവർക്കും അറിയുന്ന വാക്കുകളായിരിക്കും ഒരു 80% ഉണ്ടാവുക. അങ്ങനത്തെ 20% വാക്കുകൾ പ്രത്യേകം പഠിച്ചാൽ പിന്നെ നമുക്ക് തഫ്സീർ ഇല്ലാതെ തന്നെ ഖുർആൻ കേൾക്കുമ്പോൾ ഏറെക്കുറെ മനസ്സിലാവും. വഗദു അല ഹർദിൻ, ഹർദ് എന്ന് പറഞ്ഞാൽ ഗളബ് എന്നുള്ള അർത്ഥമുണ്ട്, ദേഷ്യം. അപ്പോൾ അവർ അങ്ങേയറ്റത്തെ ദേഷ്യത്തോടു കൂടി, അഥവാ ആരുടെ ദേഷ്യം? ഈ മിസ്കിന്മാരോട്, ഇത്രയും കാലം നമ്മളെ സമ്പത്ത് അവർ തിന്നു എന്ന് പറഞ്ഞ് അവരോടുള്ള വെറുപ്പോടുകൂടി, കോപത്തോടുകൂടി അവർ പുറപ്പെട്ടു. ഖാദിരീൻ, കഴിവുള്ളവരായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ എന്താണ്, ഞങ്ങൾക്ക് കഴിയും, ഇത് കൊയ്തെടുക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ പോകുന്നത്. ഫലമ്മ റഔഹ, അങ്ങനെ ഈ തോട്ടം ചെന്ന് കണ്ടപ്പോൾ ഖാലു, അവർ പറഞ്ഞു, ഇന്ന ലദാല്ലൂൻ, നമ്മൾ വഴിതെറ്റിയിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? വഴിതെറ്റിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം, ആ തോട്ടം കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇതല്ല നമ്മുടെ സ്ഥലം. ഇവിടെ ദലാലത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് ദീനിയായിട്ടുള്ള ദലാലത്തല്ല, ഭൗതികമായ ദലാലത്താണ്. അഥവാ റൂട്ട് മാറിയിട്ടുണ്ട് എന്നവർക്ക് തോന്നി. ഇന്നലെ രാത്രി വരെ വളരെ മനോഹരമായി കായ്ച്ചു നിന്നിരുന്ന കൃഷിയൊക്കെ കറുത്ത വെണ്ണീര് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നാല ദാല്ലൂൻ, നമുക്ക് വഴിതെറ്റിയോ എന്നവർ ചോദിച്ചു പോയി. ബൽ നഹ്നു മഹ്റൂമൂൻ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സ്ഥലം ഇത് തന്നെയാണ്. ബൽ നഹ്നു മഹ്റൂമൂൻ, നമ്മൾ നഷ്ടക്കാരാണ്, നമുക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായി. അഥവാ ഈ തോട്ടം നശിച്ചിരിക്കുന്നു എന്ന കാര്യം ബോധ്യപ്പെട്ടു. ഖാല ഔസത്തുഹും, അവരുടെ കൂട്ടത്തിൽ വസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയമായിട്ടുള്ള ആൾ. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മീഡിയം എന്ന് പറഞ്ഞാൽ പിന്നെ സഹോദരങ്ങളിൽ ഏറ്റവും നടുവിലുള്ള സഹോദരനാണ് എന്നാണോ? അല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അദലുഹും, അവരിലേറ്റവും നല്ലവൻ. വസത്ത് എന്നുള്ളത് നല്ലത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. കുൻതും ഖൈറ ഉമ്മത്തിൻ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത, നിങ്ങളെ നല്ല സമുദായമാക്കി. അപ്പോൾ വസത്ത് എന്ന് പറഞ്ഞാൽ മധ്യമ സമുദായം എന്നല്ല അർത്ഥം. ശരിക്ക് വസത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അദൽ, ഏറ്റവും നല്ല സമുദായം എന്നാണ് അർത്ഥം. പക്ഷേ വസത്ത് എന്നുള്ള വാക്കുണ്ടായത് മധ്യമം എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ്? അധികവും ശരി എന്തായിരിക്കും? മധ്യമമായ നിലപാടിലായിരിക്കും. അധികവും ഇഫ്രാത്തിൻ്റെയും തഫ്രീത്തിൻ്റെയും ഇടയിൽ, അതിരുകവിച്ചിൻ്റെയും അലംഭാവത്തിൻ്റെയും ഇടയിലായിരിക്കും ശരിയായ നിലപാടുണ്ടാവുക. അതുകൊണ്ടാണ് വസത്ത് എന്നുള്ള പേര് ഈ ഉമ്മത്തിന് അള്ളാഹു തആല വിശേഷിപ്പിച്ചത്. പക്ഷേ അതിൻ്റെ അവസാനത്തെ അർത്ഥം എന്താണ്? റിസൾട്ട് എന്താണ്? ഏറ്റവും നല്ല സമുദായം എന്നാണ് അർത്ഥം. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത. അപ്പോൾ ഇവിടെ ഔസത്തുഹും, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ, ഏറ്റവും സ്വാലിഹായ വ്യക്തി, അദ്ദേഹം പറഞ്ഞു, ഖാല ഔസത്തുഹും അലം അഖുൽ ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ, ലൗലാ തുസബ്ബിഹൂൻ, നിങ്ങൾ തസ്ബീഹ് ചെയ്തിരുന്നെങ്കിൽ, അള്ളാഹുവിനെ വാഴ്ത്തിയിരുന്നെങ്കിൽ, അള്ളാഹുവിന് ന്യൂനതകളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പരിശുദ്ധപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഇവിടെ തസ്ബീഹ് ചെയ്തിരുന്നെങ്കിൽ ചെയ്തുകൂടായിരുന്നോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോൾ തിന്മകൾ ചെയ്യുന്ന ആളുകൾ അല്ലേ, ആ തിന്മയിൽ നിന്ന് മടങ്ങുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇസ്തിഗ്ഫാറാണ്. അലം അഖുൽ ലക്കും ലൗലാ തസ്തഗ്ഫിറൂൻ എന്നാണ് ശരിക്കും നമുക്ക് തോന്നുക അവിടെ പറയേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് ലൗലാ തുസബ്ബിഹൂൻ എന്ന് പറഞ്ഞു? മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുന്നത്, പാപം ചെയ്യുന്ന ഏതൊരാളും യഥാർത്ഥത്തിൽ അവൻ്റെ നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും അവൻ്റെ പ്രവൃത്തി കൊണ്ട് അവൻ തോന്നിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ കഴിവിൽ അവൻ അവിശ്വസിച്ചതുപോലെയാണ്, അല്ലെ, അള്ളാഹുവിനെ പിടികൂടും ശിക്ഷിക്കും എന്നതിൽ ഒരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്. അതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അവൻ്റെ പിടിയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിലുള്ള ഒരു ഉറപ്പ് നഷ്ടപ്പെടുമ്പോഴാണ് തെറ്റ് ചെയ്യുന്നത്, കുറഞ്ഞ അളവിലാണെങ്കിലും. അപ്പോൾ ആ മോശമായ ചിന്ത, അള്ളാഹുവിനെക്കുറിച്ച് മോശമായ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടാണ് എല്ലാ തിന്മകളും സംഭവിക്കുന്നത്, എത്ര കുറഞ്ഞ അളവിലാണെങ്കിലും. അതിൽ നിന്ന് മടങ്ങുകയാണ്. അതുകൊണ്ടാണ് തസ്ബീഹ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് യൂനുസ് അലൈഹിസ്സലാം അദ്ദേഹം എന്ത് പറഞ്ഞത്? അദ്ദേഹം തസ്ബീഹാണ് ചെയ്യുന്നത്. വദന്നൂൻ ഇദ്ദഹബ മുഗാദിബൻ ഫദന്ന അല്ലൻ നഖ്ദിർ അലൈഹി ഫനാദ ഫിൽ ദുലുമാത്, അല്ല, മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച്, ഇരുട്ടിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ.
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക് എന്ന് പറഞ്ഞിട്ടാണ്, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തിട്ടാണ് ഇന്നി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികൾ പെട്ടുപോയി, തെറ്റ് ചെയ്തു പോയി എന്ന കാര്യം അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലൗലാ തുസബ്ബിഹൂൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ അത് അംഗീകരിച്ചു. അവർ മുസ്ലിമീങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ബഹുഭൂരിപക്ഷം മുഫസ്സിറുകളും പറയുന്നത് ഇവർ മുസ്ലിമീങ്ങളാണ്. ഖാലു, അവർ പറഞ്ഞു സുബ്ഹാന റബ്ബിന, സുബ്ഹാൻ അല്ലാഹ് എന്ന് പറഞ്ഞു. ഇന്നാ കുന്ന ളാലിമീൻ, തീർച്ചയായും നമ്മൾ അക്രമികളായിരുന്നു, നമ്മൾ ചെയ്തത് തെറ്റായിരുന്നു. ഫഅഖ്ബല ബഅ്ദുഹും അലാ ബഅ്ദിൻ യതലാവമൂൻ, അങ്ങനെ അവർ പരസ്പരം ആക്ഷേപിക്കാൻ തുടങ്ങി. സിദ്ദീഖ് ഹസൻ ഖാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് കാണാം, ഇവർ പരസ്പരം ആക്ഷേപിച്ചു എന്നാണ്. ഒരാൾ പറയും മറ്റേ ആളോട്, നീ എനിക്ക് ദുനിയാവിനോട് ആർത്തി ഉണ്ടാക്കി, നീ ഇങ്ങനെ പറഞ്ഞ് എന്നോട് ദുനിയാവിനോട് ആർത്തി ഉണ്ടാക്കി. മറ്റൊരാൾ പറയും, പിന്നെ പാവപ്പെട്ടവർ എത്തുന്നതിന് മുമ്പ് നേരത്തെ പോകാമെന്ന് നീയാണ് പറഞ്ഞത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഓരോരോ കാര്യങ്ങൾ ആരോപിക്കാൻ തുടങ്ങി. ഫഅഖ്ബല ബഅ്ദുഹും അലാ ബഅ്ദിൻ യതലാവമൂൻ ഖാലു യാ വൈലനാ ഇന്നാ കുന്നാ താഗീൻ, അവർ പറഞ്ഞു, അല്ലെ അവർ യഥാർത്ഥത്തിൽ അവരുടെ കുറ്റം സമ്മതിക്കുകയാണ്, അവർ തെറ്റ് ഏറ്റുപറയുകയാണ്. ഖാലു യാ വൈലനാ ഇന്നാ കുന്നാ താഗീൻ, നമ്മൾ ധിക്കാരികളായിരുന്നു, നമ്മൾ അതിരുവിട്ടവരായിരുന്നു എന്ന കാര്യം അവർ ഏറ്റുപറഞ്ഞു. അസാ റബ്ബുന അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ, നമ്മുടെ റബ്ബ് ഇതിനേക്കാൾ നല്ലത് നമുക്ക് പകരം നൽകിയേക്കാം. ഇന്ന ഇലാ റബ്ബിന റാഗിബൂൻ, നാം നമ്മുടെ റബ്ബിനോടാണ് നമ്മുടെ ആവശ്യം പറയുന്നത്. അല്ലെ, തോട്ടം പോയി, നമ്മൾ ചെയ്ത തെറ്റ് കാരണമാണ് സംഭവിച്ചത്, ഇനി നമുക്ക് രക്ഷയില്ല, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാം. അള്ളാഹു ഒരു പക്ഷേ നമ്മുടെ തൗബ സ്വീകരിച്ച് ഇതിനേക്കാൾ നല്ലത് നമുക്ക് നൽകിയേക്കാം. കദാലിക്കൽ അദാബ്, ഇങ്ങനെയായിരിക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ. അള്ളാഹു തആല പറയുകയാണ്, ഇങ്ങനെയായിരിക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവിലെ ശിക്ഷയാണോ ആഖിറത്തിലെ ശിക്ഷയാണോ? ദുനിയാവിലെ ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അവർക്ക് കിട്ടിയത് ദുനിയാവിലാണല്ലോ. അപ്പോൾ ദുനിയാവിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ശിക്ഷിച്ചേക്കാം. വല അദാബുൽ ആഖിറത്തി അക്ബർ, ആഖിറത്തിലെ ശിക്ഷ ഇതിലും വലുതായിരിക്കും, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലും വലുതായിരിക്കും. ലൗ കാനു യഅലമൂൻ, അവർക്ക് അറിയുമായിരുന്നെങ്കിൽ. അപ്പോൾ ഇവിടെ ഇതുവരെയാണ് ഈ കഥ. അധികം ആളുകളും ചില തഫ്സീറുകൾ വരെ കാണാം ഇവിടെ എത്തുമ്പോൾ പിന്നെ വിഷയം മാറിയതായിട്ട്, പിന്നെ അടുത്ത ആയത്ത് വേറൊരു വിഷയമായിട്ട് അടുത്തൊരു പാരഗ്രാഫായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാകും തഫ്സീറുകളിലൊക്കെ. ഇന്നൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ, നിസ്കാരത്തിലൊക്കെ അങ്ങനെ ഓതാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നത് അടുത്ത ആയത്ത് കൂടി ഈ വിഷയത്തിൻ്റെ തുടർച്ചയാണ്. ഇന്നൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം, അത് കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ അടുത്ത വിഷയം. കാരണം ദുനിയാവിലെ തോട്ടത്തിൻ്റെ അവസ്ഥ ഇതാണ്, അത് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നശിപ്പിച്ചേക്കാം. നന്ദി കാണിച്ചാൽ പോലും ചിലപ്പോൾ അത് മരണം വരെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ സ്വർഗ്ഗത്തിലോ ഇന്നൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം, സ്വർഗ്ഗത്തിലാണ് യഥാർത്ഥത്തിലുള്ള സുഖവാസത്തിൻ്റെ സ്വർഗം, തോട്ടമുള്ളത് അവിടെയാണ് എന്നത് ഇതിൻ്റെ ബാക്കിയാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്താണ്? നീയത്ത് എന്ന് പറയുന്നത്, നീയത്തിൻ്റെ പ്രാധാന്യം. ഒരാൾ അവൻ്റെ മനസ്സിലുള്ള നീയത്ത്, അതിനനുസരിച്ച് അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ അവസ്ഥ, സ്വഭാവം മാറും. ആ പ്രവൃത്തി നന്മയും തിന്മയുമായിട്ട് മാറും. ഇപ്പോൾ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല, അവർക്ക് വലിയൊരു അദാബ് കിട്ടി ഒരു തെറ്റും ചെയ്യാതെ ശരീരം കൊണ്ട്. പക്ഷെ മനസ്സിൽ തിന്മയുണ്ട്. മനസ്സിലെന്താണ്? ഈ പാവപ്പെട്ടവരുടെ ഹക്ക് തടയണം എന്നുള്ളൊരു നെയ്യത്ത് അവർ മനസ്സിൽ വെച്ചിട്ടുണ്ട്. അവർ ചെയ്ത പ്രവൃത്തി എന്താണ്? പ്രവൃത്തി അവർ ശരീരം കൊണ്ട് ചെയ്ത പ്രവൃത്തിയിൽ യാതൊരു തെറ്റുമില്ല. എന്താണ്? അവർ രാവിലെ എഴുന്നേൽക്കുന്നു, തോട്ടത്തിലേക്ക് പോകുന്നു, അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. അവർ വിളവെടുത്തിട്ടില്ല, പാവപ്പെട്ടവരുടെ അവകാശം തടഞ്ഞിട്ടില്ല, തടയണം എന്നുള്ള തീരുമാനമെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ മനസ്സിലുള്ള നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ പ്രവൃത്തികൾ നന്മയും തിന്മയൊക്കെ ആയിട്ട് മാറും. നേരെ മറിച്ച് ഇതേ പ്രവൃത്തി അവർ മറ്റൊരു നെയ്യത്തിൽ ചെയ്തിരുന്നെന്ന് വിചാരിക്കുക, അവരുടെ ഉപ്പ ചെയ്യാറുള്ളത് പോലെ. അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് സക്കാത്ത് കൊടുക്കണം, സ്വതക്ക ചെയ്യണം എന്നുള്ള നെയ്യത്തിലായിരുന്നു അവർ അന്ന് രാവിലെ എഴുന്നേറ്റ് തോട്ടത്തിലേക്ക് പോയതെങ്കിലോ ഒരു കുഴപ്പമുണ്ടാവുമായിരുന്നില്ല. ഇപ്പോൾ രണ്ടും ഒരേ പ്രവൃത്തിയാണ്, പക്ഷേ ഫലം എന്തായി? നേരെ വിപരീതമായി. അപ്പോൾ നമ്മുടെ നിയ്യത്ത് നമ്മളെപ്പോഴും പരിശോധിക്കുക, നല്ല നിയ്യത്ത് മനസ്സിൽ കൊണ്ട് നടക്കുക. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്ക് സാധാരണ പണ്ഡിതന്മാർ പറയാറുണ്ട്. അദ്ദേഹം തൻ്റെ മകനെ ഉപദേശിക്കുകയാണ്, യാ ബുനയ്യ ഇൻ വിൽ ഖൈർ, നീ നല്ല നിയ്യത്ത് വെക്കുക. ഫൈന്നക മദും തഅല ഖൈരിൻ മാ നവൈത്തുൽ ഖൈർ, മനസ്സിൽ നിയ്യത്ത്, നല്ല നിയ്യത്തുള്ളിടത്തോളം കാലം നീ നല്ലവനായിരിക്കും, നല്ല അവസ്ഥയിലായിരിക്കും. ഒരവസരം കിട്ടിയാൽ എന്ത് ചെയ്യും?
നമുക്ക് നന്മ ചെയ്യാൻ പറ്റും. എപ്പോഴും നമുക്ക് എല്ലാ നന്മകളും ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല, അവസരങ്ങളുണ്ടാവില്ല. പക്ഷേ എല്ലാ നന്മകളും നമ്മുടെ മനസ്സിൽ നമുക്ക് ആഗ്രഹിക്കാം, അതിന് തടസ്സമൊന്നുമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ കുറച്ച് സാമ്പത്തികമായി ഞെരുക്കത്തിലാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ട രീതിയിൽ കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷെ നമ്മുടെ മനസ്സിൽ നിയ്യത്തുണ്ട്, എനിക്കൊരു അവസരം കിട്ടിയാൽ, എൻ്റെ കയ്യിൽ പണം വന്നാൽ ഞാൻ ചെയ്യും. അങ്ങനെ ഒരു നിയ്യത്ത് വെച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ അവസ്ഥയിൽ മാറ്റം വരുമ്പോൾ അപ്പോൾ അത് ചെയ്യും, ആ നന്മ ചെയ്യും. നേരെ മറിച്ച് എൻ്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്നാണെങ്കിലോ ചിലപ്പോൾ നമ്മളെ കയ്യിൽ സമ്പത്തുണ്ടായാലും നമ്മൾ ആ പണി ചെയ്യൂല, കാരണം നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളും, ദീൻ പഠിക്കുന്ന കാര്യമാണെങ്കിലും, ഇപ്പം നിലവിൽ ചിലപ്പോൾ നമ്മൾ തിരക്കിലായിരിക്കും, നമുക്ക് ഒഴിവില്ല. പക്ഷേ എന്നാലും എനിക്ക് കുറച്ച് ഒഴിവ് കിട്ടിയാൽ ഞാൻ ഖുർആൻ ഹിഫ്ലാക്കും, അല്ലെങ്കിൽ ഇൽമ പഠിക്കും, ഇങ്ങനെയുള്ളൊരു നല്ല നിയത്ത് മനസ്സിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? അങ്ങനെ അവസരം കിട്ടുമ്പോൾ ചെയ്യും. ഇതുപോലെ നല്ല നിയത്തുകൾ ഏത് വിഷയത്തിലാണെങ്കിലും നല്ല നിയത്ത് മനസ്സിൽ കൊണ്ട് നടക്കുക. ഇവർ ചീത്ത നിയത്ത് കൊണ്ടു നടന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയുണ്ടായി. ഇനി ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നാം, മനസ്സിൽ തോന്നുന്ന ചിന്തകൾക്ക് ഇളവുണ്ടല്ലോ. ഇന്ന അല്ലാഹ കതബൽ ഹസനാത്തി വസയ്യാത്ത്, അള്ളാഹു നന്മയും തിന്മയും രേഖപ്പെടുത്തി എന്ന് പറയുന്ന ഹദീസിൽ എന്താ പറയുന്നത്? മൻ ഹമ്മ ബിസയ്യത്തിൻ ഫലം യഅമൽഹ കതബഹ അല്ലാഹു ഇൻദഹു ഹസനത്തൻ കാമില. മനസ്സിലൊരു ചീത്ത കാര്യം വിചാരിച്ചിട്ട് അത് ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും? അള്ളാഹു തആല അത് നന്മയായി രേഖപ്പെടുത്തുമെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു മനസ്സിൽ വിചാരിച്ചതിന് അള്ളാഹു തആല അവർ ശിക്ഷിക്കുകയാണല്ലോ ചെയ്തത്. എന്താണ് അതിനുള്ള മറുപടി? നിങ്ങൾ പറയും. അപ്പോൾ തീരുമാനിക്കുക എന്ന് പറയുന്നതും മനസ്സിൽ ഒരു ചിന്ത കടന്നു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹമ്മ് എന്ന് പറഞ്ഞാൽ മൻ ഹമ്മ ബിസയ്യ, ഒരു തിന്മ ചെയ്യുന്നതിനെക്കുറിച്ചൊരു ആലോചന മനസ്സിൽ വന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്? അതിനപ്പുറത്തുള്ള അസ്മ്, ദൃഢനിശ്ചയം, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉറപ്പിച്ചു. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മനസ്സിൽ കേവലം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ആ കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നതിന് അത് രണ്ടും തമ്മിൽ എങ്ങനെ വേർതിരിക്കുക? ഉറപ്പിച്ച കാര്യം അസ്ബാബുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ അത് സംഭവിക്കാതിരിക്കുകയുള്ളൂ. അതിൻ്റെ അസ്ബാബുകൾ ഒത്തു വന്നാൽ അത് സംഭവിച്ചിരിക്കും. അതാണ് അസ്മ് എന്ന് പറയുന്നത്. അസ്മ് പ്ലസ് അസ്ബാബ് ഈക്വൽ ടു ഫിഅൽ, അതാണ്. അവിടെ പിന്നെ അസ്ബാബുകളെ നോക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഒരാൾ കക്കാൻ തീരുമാനിച്ചു, ഇപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആളുണ്ട്, ആളില്ലെന്ന് വിചാരിച്ച് കക്കാൻ പോയി, അവിടെ ആളുണ്ട്, മടങ്ങിപ്പോന്നു, അത് അസ്മാണ്. അവിടെ സബബ് ഒത്തു വന്നില്ല, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് അയാൾ കക്കണോ വേണ്ട എന്നിങ്ങനെ ചിന്തിച്ച് വേണ്ട എന്ന് വിചാരിച്ച് മടങ്ങിയാൽ അതാണ് ഹമ്മ് എന്ന് പറയുന്നത്. അപ്പോൾ അസ്മ് എന്നുള്ള ലെവലിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷയുണ്ടാകും. അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്, അല്ലേ? നമ്മൾ ചിലപ്പോൾ പല പാപങ്ങളും മനസ്സിൽ ആഗ്രഹിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാവും, സബബുകളുടെ കുറവുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടതായിരിക്കും. അതൊക്കെ തിന്മകളായിട്ട് തന്നെ രേഖപ്പെട്ട് കിടക്കും. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ തൗബ ചെയ്യുക, അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ ഫിഖ്ഹി ആയിട്ടുള്ളൊരു മസാല ചില പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട്, ഈ നിയത്തുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് കാണാം. സക്കാത്തിൻ്റെ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഇവർ ചെയ്തത് സക്കാത്തിൻ്റെ കാര്യത്തിലായിരുന്നല്ലോ. സക്കാത്ത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും? സമ്പത്ത് വേറെ ആളുടെ പേരിൽ എഴുതി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലേ? സമ്പത്ത് നിസാബെത്തി 85 ഗ്രാം സ്വർണത്തിൻ്റെ അത്രയും പണം ഒരാളുടെ കയ്യിൽ വന്നു, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ സക്കാത്തുള്ളത്. 2 ഷർത്താണ്: നിസാബെത്തണം, ഹൗൽ പൂർത്തിയാവണം. ഈ 2 ഷർത്തൊത്താലാണ് സക്കാത്ത് വാജിബാകുന്നത്. അപ്പോൾ നിസാബെത്തി, ഹൗൽ പൂർത്തിയാവാൻ നിൽക്കുകയാണ്. ഒരാൾ റമദാനിലാണ് സക്കാത്ത് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. റമദാനും സക്കാത്തും വേണ്ടി യഥാർത്ഥത്തിൽ ബന്ധമൊന്നുമില്ല, പക്ഷേ വേണമെങ്കിൽ എന്ത് ചെയ്യുക? റമദാനിൽ കൊടുക്കാം, ഒരു ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മളെ ഹൗൽ പൂർത്തിയാവുന്നത് ഷാബാനിലാണ് എന്ന് വിചാരിക്കുക. ഒരു വർഷം ഷാബാനിലാണ് എൻ്റെ കയ്യിൽ നിസാബ് എത്തുന്ന അത്രയും തുക കയ്യിൽ വന്നത്. അപ്പോൾ റമദാനിലാവട്ടെ സക്കാത്ത് എന്ന് വിചാരിച്ചിട്ട് അടുത്ത വർഷം ഷാബാനാകുമ്പോൾ കൊടുക്കാതെ റമദാനാക്കുകയാണ് വേണ്ടത്. അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. എന്ത് ചെയ്യുക? ആ റമദാൻ തന്നെ കൊടുക്കുക. ഒരു മാസമേ ആയിട്ടുള്ളൂ, പക്ഷേ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന വിധത്തിൽ ആവരുത് റൗണ്ടിങ്, പാവപ്പെട്ടവന് അനുകൂലമായിട്ട് വേണം. അപ്പോൾ റമദാനിൽ തുടങ്ങി ഒരാൾ സക്കാത്ത്, എന്നാൽ പിന്നെ മറക്കൂലല്ലോ, എല്ലാ വർഷവും റമദാനെത്തുമ്പോൾ ഓർമ്മ വരുമല്ലോ എന്ന് വിചാരിച്ചു, കുഴപ്പമില്ല. അങ്ങനെ ചെയ്താൽ അടുത്ത വർഷം ഒരാൾ റമദാനിലാണ് സ്ഥിരമായിട്ട് സക്കാത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷാബാനായപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പകുതി ഭാര്യൻ്റെ പേരിൽ എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കുന്നു. നീ പിടിച്ചോ. അപ്പോൾ സക്കാത്തില്ലല്ലോ, കാരണം ഓരോ വ്യക്തികളുടെ സമ്പത്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പം എൻ്റെ കയ്യിലിപ്പോൾ 85 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഇപ്പോൾ അതിന് 10 പവന് ഇപ്പോൾ 1 ലക്ഷം, നാട്ടിൽ 1 ലക്ഷം ഏകദേശം സ്വർണ്ണത്തിന്. അപ്പോൾ 8 ലക്ഷം സ്വർണ്ണത്തിന് നിസാബാണ് നോക്കുന്നതെങ്കിൽ, വെള്ളിയുടേതാണ് കൂടുതൽ സേഫ്. 595 ഗ്രാം വെള്ളി നോക്കുന്നതാണ് നല്ലത്.
അപ്പോൾ സ്വർണ്ണമാണെന്ന് വിചാരിക്കുക. അപ്പോൾ 8 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വന്നു. അപ്പോൾ 4 ലക്ഷം ഞാൻ ഭാര്യയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ 4 ലക്ഷം, രണ്ടാളടുത്ത് 4 ലക്ഷം വീതം, രണ്ടാൾക്കും സക്കാത്തില്ല, രക്ഷപ്പെട്ടു. അടുത്ത മാസം തിരിച്ചു വാങ്ങുന്നു. റമദാൻ കഴിയുന്നതോടുകൂടി അത് തിരിച്ചിങ്ങോട്ട് തന്നെ വാങ്ങുന്നു. ഇതാണ് സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഹീലത്ത്. ഇതുപോലെ വേറെയും ചില പരിപാടികളുണ്ട്. എന്തു ചെയ്യും? വകുപ്പ് മാറ്റും. അതായത് ഈ സമ്പത്തിൻ്റെ സിൻഫ്, ഇനം മാറ്റുക എന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപ ഉണ്ട്, അതിന് 4 ലക്ഷം എടുത്തിട്ട് വണ്ടി വാങ്ങുന്നു. ആ വണ്ടി റമദാൻ കഴിയുമ്പോൾ വിറ്റ് തിരിച്ച് പൈസയാക്കുന്നു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമ്പത്താക്കി മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇത് ചെയ്താൽ എന്താണ് അതിൻ്റെ വിധി? ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ ചെയ്താൽ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഇങ്ങനെ ചെയ്താലും അയാളിൽ നിന്ന് സക്കാത്ത് പിടിച്ചു വാങ്ങേണ്ടതുണ്ടോ? ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും അയാൾക്ക് സക്കാത്തില്ല. അങ്ങനെ ചെയ്താലും അയാൾ സക്കാത്തിന് രക്ഷപ്പെട്ടു. മാലിക്കി ഹംബലി മദ്ഹബുകളിൽ അയാളിൽ നിന്ന് സക്കാത്ത് പിടിച്ചു വാങ്ങും. എന്നാലും അങ്ങനെ ചെയ്താലും അയാൾ സക്കാത്തിന് ബാധ്യസ്ഥനാണ്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ ഈ തന്ത്രം വളരെ വ്യാപകമാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല യഥാർത്ഥത്തിൽ. അതിനെതിരെയുള്ള തെളിവുകൾപ്പെട്ടതാണ് ഈ ആയത്ത്. അല്ല, ഇവർ എന്ത് ചെയ്തു? ഇവർ ആ തെറ്റ് ചെയ്യാനുള്ള നിയ്യത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിയ്യത്തിൻ്റെ കാരണം കൊണ്ട് അല്ലാഹു അവരെ ശിക്ഷിച്ചു. അവർ മിസ്കിന്മാരാരുമില്ല. തോട്ടത്തിൽ നിന്ന് വിളവെടുക്കുന്ന സമയത്ത് മിസ്കിന്മാരവിടെ വരും, അവിടെ വീണ് കിടക്കുന്നത് അവരെടുത്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ രാത്രി കൊയ്ത് കഴിഞ്ഞാൽ ആരും വരാനില്ല എടുത്തുകൊണ്ടുപോകാൻ. ഇങ്ങനെയാണ് അവർ ചെയ്തത്. ഒരു ഹീലത്തായിരുന്നു, ഒരു തന്ത്രമായിരുന്നു. അപ്പോൾ ആ തന്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചില്ല, അവരെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. വേറെയും തെളിവുകളും ചർച്ചകളൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതൽ ശരിയായിട്ടുള്ള അഭിപ്രായം എന്താണ്? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഒരിക്കലും ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളോട് യോജിക്കുന്ന കാര്യമല്ല. അത് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം, പിശുക്ക് എന്ന് പറയുന്നത് വളരെ മോശമായൊരു സ്വഭാവമാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലെ, പിശുക്ക് എന്ന് പറയുന്നത് അത് വളരെ വളരെ മോശമായൊരു സ്വഭാവമാണ്. അറബികൾ ജാഹിലിയ കാലത്ത് തന്നെ അങ്ങേയറ്റം വെറുത്തിരുന്നൊരു സ്വഭാവമാണ് പിശുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ പിശുക്കിനെ കുറിച്ച് ഫാഹിഷത്ത് എന്നാണ് ഉപയോഗിച്ചത്. എവിടെയാണ്? അശ്ശൈത്താനു യഅദുകുമുൽ ഫഖറ വയഅ്മുറുക്കും ബിൽ ഫഹ്ശാ. നമ്മുടെ നാട്ടിൽ പല ആളുകളും ഈ ആയത്ത് കുറച്ച് സാഹസികമായിട്ടാണ് വിശദീകരിക്കാറുള്ളത്. പിശാചി ദാരിദ്ര്യം വരാനുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. എന്നിട്ട് പിന്നെ ഹറാമുകൾ ചെയ്യാൻ, പലിശക്കെടുക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അങ്ങനെ കൊണ്ടുപോയി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഫഖർ വരുമെന്ന് പേടിപ്പിച്ചിട്ട് പിശുക്കാൻ പ്രേരിപ്പിക്കും. ഇവിടെ അടുത്ത് തന്നെ ഒരു അർത്ഥം കിടക്കുന്നുണ്ട്. പലിശക്കെടുക്കുക എന്ന് പറയുന്ന വ്യാഖ്യാനം ശരി തന്നെയാണ്, തെറ്റൊന്നുമല്ല. പക്ഷേ ഈ അറബി വാക്കിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് അത്രയും പ്രയാസപ്പെട്ട് കുറച്ച് ദൂരെ കിടക്കുന്ന അർത്ഥം വിശദീകരിക്കുന്നത്. ഇവിടെ വളരെ അടുത്ത് തന്നെ ഒരു അർത്ഥമുണ്ട്. അതെന്താണ്? പിശുക്ക്. അറബികൾ ഫാഹിഷത്ത് എന്ന് പിശുക്കിനെ കുറിച്ച് പറയും. കാരണം ഫാഹിഷത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? വളരെ വൃത്തികെട്ട കാര്യം, മ്ലേച്ഛം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന അർത്ഥമാണ് ഫാഹിഷത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഫാഹിഷത്ത് എന്ന് അവർ വിളിക്കുന്ന സംഗതിയാണ് പിശുക്ക്, ബുഖ്ലി എന്ന് പറയുന്നത്. ഒരാൾ പിശുക്കനാണെന്ന് പറഞ്ഞാൽ പിന്നെ അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇത് അറബികൾക്ക് വളരെ മോശമായിട്ടുള്ള സ്വഭാവമാണ്. അതുപോലെ അങ്ങേയറ്റം നല്ലതായി അവർ കാണുന്ന സ്വഭാവമാണ് കറം, ഔദാര്യം എന്ന് പറയുന്നത്. വളരെ വലിയ തെമ്മാടിയാണെങ്കിലും അവന് കരീമായിരിക്കും, ഔദാര്യവാനായിരിക്കും ജാഹിലിയ കാലത്ത്. അപ്പോൾ പിശുക്ക് എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം അവരിൽ കണ്ടിരുന്നൊരു സ്വഭാവമാണ്. അപ്പോൾ ഈ കഥയിൽ ഈ ദുസ്വഭാവത്തിന്, പിശുക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. എത്ര മോശമാണ് ഈ സ്വഭാവം എന്നുള്ളത്. അല്ലാഹു തആല അവർക്ക് കൊടുത്ത ശിക്ഷ ഈ സംഭവത്തിൽ നിന്ന് പിശുക്കിനെ കുറിച്ച് ഉള്ള താക്കീതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫായിദ നമ്മൾ പറഞ്ഞു, തസ്ബീഹിൻ്റെ കാര്യം. എന്തുകൊണ്ടാണ് അവർ തസ്ബീഹ് ചെയ്തത് ഇസ്തിഗ്ഫാറിന് പകരം? നമ്മൾ പറഞ്ഞു അള്ളാഹുവിനെ കുറിച്ചുള്ള ചീത്ത വിചാരമാണ് പാപങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ. ഇത് മക്ക മുശ്രിക്കുകളുടെ സ്വഭാവം അവർക്ക് അല്ലാഹു തആല ഒരു താക്കീത് നൽകുകയാണ്. നിങ്ങളുടെ ഈ സ്വഭാവത്തിൻ്റെയും ഫലം ഇതുപോലെ തന്നെ ആയിരിക്കും. ഇങ്ങനെ തന്നെ സംഭവിക്കുകയുണ്ടായി. മക്ക മുശ്രിക്കുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് തുടങ്ങി കുറച്ച് കാലങ്ങൾക്ക് ശേഷം വലിയൊരു ക്ഷാമം എന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സൂറത്തിൽ പറഞ്ഞ കാര്യം അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന ബലൗനാഹും, നിങ്ങളെ നാം പരീക്ഷിക്കുകയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞത് അതങ്ങനെ തന്നെ സംഭവിച്ചു. അല്ലെ, ഈ തോട്ടക്കാർ ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയും അവരുടെ തോട്ടം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അതുപോലെ തന്നെ മക്ക മുശ്രിക്കുകൾക്ക് ഒരു ക്ഷാമത്തിൻ്റെ വർഷം അല്ലാഹു തആല അവരെ അങ്ങനെ പരീക്ഷിക്കുകയുണ്ടായി. അവരുടെ കച്ചവടമൊക്കെ നശിച്ച് അവർ വഴിയിൽ കിടക്കുന്ന ചത്ത മൃഗങ്ങളൊക്കെ എടുത്ത് തിന്നുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള കാലത്ത്. ഈ കഥയുടെ ഖുലാസ, ഇതിൻ്റെ ചുരുക്കം ഇതാണ്.
അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ ചെലവഴിക്കുക. അല്ല പിശുക്കി എടുത്തു വെക്കുക എന്ന് പറയുന്നത് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം. പിശുക്കന്മാർ യഥാർത്ഥത്തിൽ അവരുടെ ഒരു പിശുക്കൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നിർവചനം മറ്റുള്ളവർക്ക് വേണ്ടി സമ്പാദിക്കുന്നവനാണ് പിശുക്കൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതുപോലെ എന്തെങ്കിലും ദുരന്തങ്ങളുണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോകും, അതല്ലെങ്കിൽ അവൻ്റെ അനന്തരാവകാശികൾ അനുഭവിക്കും, അതല്ലെങ്കിൽ മറ്റു വല്ലവരും അനുഭവിക്കും. ഇങ്ങനെ അവനല്ലാത്ത മറ്റ് ആർക്കെങ്കിലും അനുഭവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു മറ്റുള്ളവരുടെ ഒരു അടിമയെ പോലെ നടക്കുന്ന ഒരാളാണ് പിശുക്കൻ എന്ന് പറയുന്നത്. അവൻ അനുഭവിക്കുന്നില്ല, ആസ്വദിക്കുന്നില്ല. അവൻ്റെ സമ്പത്ത് അങ്ങേയറ്റം അധ്വാനിക്കും, എന്നാൽ അവൻ യാതൊരു ഉപകാരവും സമ്പത്ത് കൊണ്ടില്ല. ചിലപ്പോൾ അങ്ങനെ പിശുക്കി വെച്ചിട്ട് അവൻ്റെ വാർദ്ധക്യത്തിൽ മക്കൾ ഇതുപയോഗിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് അവൻ കാണേണ്ടി വരും. അതുപോലെ മറ്റൊരു കാര്യം ഈ കഥയിൽ നിന്നുള്ള ഒരു ഗുണപാഠം, മുആമലത്തുൽ ആസി ബിനഖീൽ ഖസ്ദിഹി. ഒരു പാപിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ശിക്ഷയാണ്, അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളൊരു ശിക്ഷയാണ് മുആമലത്തുഹു ബിനഖീൽ ഖസ്ദിഹി. അവൻ്റെ ഉദ്ദേശം എന്തായിരുന്നോ അതിൻ്റെ നേർ വിപരീതമായ ശിക്ഷ കൊടുക്കുക, അതിൻ്റെ നേർ വിപരീതമായ ഫലം അല്ലെങ്കിൽ നേർ വിപരീതമായ അവസ്ഥ ഉണ്ടാക്കിയിട്ട് അവനെ ശിക്ഷിക്കുക. ഇത് ശറഈയായിട്ടും ഖദരിയായിട്ടും അള്ളാഹു എടുത്തിട്ടുള്ള തീരുമാനമാണ്. അള്ളാഹുവിൻ്റെ ശറയിൽ ഈ നിയമമുണ്ട്, അതുപോലെ ഖദറിൽ ഈ തീരുമാനമുണ്ട്, നിയമമുണ്ട്. എന്താണ് ശറവും ഖദറും? ശറയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദീനിൻ്റെ നിയമമാണ്, അത് ഞാൻ വിശദീകരിക്കാം. ഖദറിൽ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ രീതിയാണത്. ഒരാൾ ഒരു പ്രത്യേക ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ട് ഹറാമായ മാർഗത്തിലൂടെ പോയാൽ അവൻ ഉദ്ദേശിച്ച ആ ലക്ഷ്യം അതവൻ ഒരിക്കലും കിട്ടാത്ത അവസ്ഥയുണ്ടാക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഹറാമായ ബന്ധങ്ങളിലേക്ക് പോകുന്ന ആളുകളൊക്കെ അവർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകി ജീവിച്ച് ഒരു പക്ഷേ അവർക്ക് ഹലാലായ വിവാഹബന്ധത്തിലൂടെ ഈ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന സമാധാനവും അവർക്ക് കിട്ടുന്ന ഗുണവും ഇവർക്കില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പല രോഗങ്ങളും വന്നിട്ട് മരിച്ചു പോകുന്നതും അല്ലെങ്കിൽ മരണത്തെക്കാൾ പ്രയാസത്തിൽ ജീവിക്കുന്നതും ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖദരിയായ നിയമമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരെന്താണ് ഉദ്ദേശിച്ചത്? അവർക്കൊരു ഭാര്യ പോരാ, അല്ലെങ്കിൽ 4 ഭാര്യമാർ പോരാ, ഹലാലായ വഴികൾ പോരാ എന്ന് പറഞ്ഞിട്ട് ഹറാമുകളിലൂടെ ആസ്വാദനത്തിന് വേണ്ടി പോയവരാണ്. ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളൊക്കെ വന്നിട്ട് എന്ത് സംഭവിക്കും? അവർക്ക് ഹലാലായ ആസ്വാദനം പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകും, പിന്നീട് വിവാഹം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അതുപോലെ സൗവർഗരതിക്കാരായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതലാണ്. ഒരു ഉദാഹരണം. അപ്പോൾ ഇങ്ങനെ ഖദറിൽ അള്ളാഹു വെച്ചിട്ടുള്ള നിയമമാണിത്. അതുപോലെ പിശുക്കന്മാരായ ആളുകൾ, അവർ ഈ കഥയിൽ പറഞ്ഞതുപോലെ സമ്പാദിച്ച് ഒരാൾക്കും കൊടുക്കാതെ പിശുക്കി വെച്ചിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അള്ളാഹു തആല പല വിധത്തിലുള്ള നാശങ്ങൾ അവർക്ക് കൊടുക്കും. ചിലപ്പോൾ രോഗങ്ങളായിരിക്കും, അല്ല കുറേ കാലങ്ങളോളം പിശുക്കി വെച്ചത് അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചിലവഴിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഖദറിൻ്റെ ഭാഗമായി അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമമാണിത്. ഏത് പാപമാണെങ്കിലും അതിൻ്റെ നേരെ വിപരീതമായി എന്താണ് അവൻ ഉദ്ദേശിച്ചത് അതിൻ്റെ വിപരീതമായിരിക്കും സംഭവിക്കുക. ഇനി ശറഇൽ ഇങ്ങനെ നിയമമുണ്ട്. ചില മസലകളിൽ, ഉദാഹരണത്തിന് ഏറ്റവും അറിയപ്പെട്ട മസലയാണ് വാരിസ്, അനന്തര സ്വത്ത് എടുക്കുന്നയാൾ, മക്കൾ, അതുപോലെ ഭാര്യ, ആരാണെങ്കിലും അവർ മുവരിസിനെ, സ്വത്ത് കൊടുക്കുന്നയാളെ കൊന്നു കളഞ്ഞാൽ എന്തിനു വേണ്ടി? സ്വത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ല, ഒരാൾ രോഗിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പല രാജ്യങ്ങളിലും ദയാവധം ഒക്കെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളെ ചിലപ്പോൾ പറഞ്ഞ് ബോധിപ്പിച്ച് ദയാവധം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കൊന്നു കളയുന്ന ആളുകളുണ്ട് സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇസ്ലാമിക ശരീഅത്തിൽ അങ്ങനെ കൊന്നു കളഞ്ഞാൽ, തനിക്ക് സ്വത്ത് തരേണ്ട ആളെ അനന്തരാവകാശി കൊന്നു കളഞ്ഞാൽ അവന് പിന്നെ സ്വത്തേ ഇല്ല. അവന് ഇയാൾ മരിച്ചിട്ട് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് മരിക്കാനുള്ള ആളായിരിക്കും. 2 ദിവസം മുമ്പേ അവൻ കൊന്നാൽ ആ 2 ദിവസം കഴിഞ്ഞാൽ അവന് കിട്ടാനുണ്ടായിരുന്നതിൻ്റെ അതും അവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ച് മരണാസന്നനായി കിടക്കുന്ന ഒരാൾ, അല്ലെ, മനുഷ്യന്മാർ ളുൽമ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൂടപ്പറപ്പാണ്. ഇന്നഹു കാന ളുലൂമൻ ജഹൂല. അല്ല, അത് ശ്വാസം നിൽക്കുന്നത് വരെ മനുഷ്യൻ ളുൽമ് ചെയ്തുകൊണ്ടേയിരിക്കും, അള്ളാഹ് ഉദ്ദേശിച്ചവരൊക്കെ. അപ്പോൾ ഫുഖഹാക്കൾ പറയുന്ന മറ്റൊരു രൂപമാണ്, മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? ഭാര്യയ്ക്ക് സ്വത്ത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തൊലാഖ് ചെയ്യുക. അവസാനത്തെ കിടക്കയിൽ കിടന്നിട്ട് അല്ലേ 3 തൊലാഖും ഒന്നിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന മദ്ഹബുകളുണ്ട്. അതല്ല, ചിലപ്പോൾ 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി, അല്ലെങ്കിൽ അവിടെ കിടന്നിട്ട് ഒന്ന് ചെയ്ത് തിരിച്ചെടുത്ത് അങ്ങനെ 3 തൊലാഖ് ചെയ്ത് ഒഴിവാക്കുന്നു ഭാര്യയെ. അങ്ങനെ ചെയ്താൽ സാധാരണഗതിയിൽ 3 തൊലാഖ് കഴിഞ്ഞാൽ ഭാര്യ സ്വത്തില്ല. പക്ഷേ ഇങ്ങനെ ചെയ്തതാണെങ്കിൽ, മരിക്കാൻ കിടക്കുമ്പോൾ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ, മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാതെ ചെയ്തതാണെങ്കിൽ അതിന് വാല്യൂ ഇല്ല. തൊലാഖ് ശരിയാകും, പക്ഷേ സ്വത്ത് കൊടുക്കും. ഇവൻ്റെ സ്വത്ത് ഈ ഭാര്യയ്ക്ക് കൊടുക്കും. അപ്പം ഇങ്ങനെയുള്ള നിയമങ്ങൾ ശരീഅത്തിലുണ്ട്. അവനെന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ വിപരീതമായിരിക്കും അവന് കിട്ടുന്നത്.
അതും ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം. ഇവരുദ്ദേശിച്ചത് എന്താണ്? ഈ തോട്ടത്തിൽ എടുക്കുന്ന വിളവ് അതിൽ നിന്ന് കുറച്ചേ സക്കാത്ത് ഉണ്ടാവുള്ളൂ, എന്തായാലും നിർബന്ധമായ സക്കാത്ത്. ആ കുറച്ച് ഒരു മിസ്കിന് കൊടുക്കരുത് എന്ന് വിചാരിച്ച് പോയപ്പോൾ എന്തുണ്ടായി? തോട്ടം മുഴുവനും നഷ്ടപ്പെട്ടു. അതും ഈ കഥയിലുള്ളൊരു ഫായതയാണ്. ഇത്രയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആയത്തുകളുടെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.